പള്ളി നിറയെ ചെറുപ്പക്കാർ ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ, വത്തക്കൊന്നുമല്ല, ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ കുർബാനയ്ക്ക് വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ സപ്തനാഡികളും തളർന്നുപോയി. കുർബാനയ്ക്ക് വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ സപ്തനാഡികളും തളർന്നുപോയി. ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് കഴിഞ്ഞില്ല. മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയുടെ അപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ദുബൈയിലെ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളുടെ മാറിടങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഒരു ലേഖനത്തിന്റെ വരികളാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളമായി വായിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ സുഹൃതം സുപ്രഭാതത്തിൽ ഇന്ന് ബഹുമാന്യനായ സുന്ദരമായ ചുരിക ചലിപ്പിച്ച ബഹുമാന്യനായ എഴുത്തുകാരൻ മിഥിലാജ് റഹ്മാനി ഇന്ന് സുപ്രഭാതത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് കൃത്യമായി വായിച്ചു നോക്കണം. ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? ഈ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഈ പെണ്ണിന്റെ മാറിടത്തെ വർണ്ണിച്ച ഈ വാക്കുകൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രസംഗമല്ല, അത് അക്ഷരമായി ആളുകൾ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ നോവലിസ്റ്റുകൾ പെണ്ണിന്റെ സ്ഥലങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേസുകളില്ല, ഫ്ലാഷ് മോബുകൾ നടത്താൻ ആളുകളില്ല, ടാഗ് ചെയ്യാൻ ആളുകളില്ല, പിന്തുണ പ്രഖ്യാപിക്കാൻ കപട മതേതരവാദികളുമില്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ വിവാദത്തിലേക്ക് ഞാൻ ഇനി ഒന്നുകൂടി പറയുന്നില്ല. നാം ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോ അത് മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പുരോഗമനവാദിയാകട്ടെ അല്ലാത്തവനാകട്ടെ, ഒരു നിലപാട് നാം എടുക്കുമ്പോൾ ആ നിലപാടുകൾ നീതിയുക്തമാകാൻ, നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസെടുക്കലും ഈ വാദങ്ങളും ഈ ശബ്ദകോലാഹലങ്ങളും ഒന്നിന് മാത്രമല്ല, ഇതിനേക്കാൾ നന്നായി വർണ്ണിച്ച ആളുകളുണ്ട്. ജഗദീഷ് ശ്രീകുമാർ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗമൊന്നും ജൗഹർ മുനവ്വറിന്റെ പേരിന്റെ ഒരു പ്രസംഗത്തിന്റെ ഏഴയൽപക്കത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്തിയിട്ടില്ല. ജഗതി പ്രസംഗിച്ചതുപോലെ എത്ര ആളുകൾ, ആരൊക്കെ ആളുകൾ മലയാളത്തിന്റെ ടിവി ചാനലുകളിൽ സ്ത്രീയുടെ ഈ ശരീരത്തെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പ്രശ്നങ്ങളില്ല. ഇവിടെ പ്രശ്നം പറഞ്ഞ ആളുടെ പേരും ജാതിയുമാണ് എന്ന് സംശയിച്ചാൽ ആ സംശയം അസ്ഥാനത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ലാ യഫ്തിനന്നകും ശൈത്താൻ, ആ പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ ഒരിക്കലും നിങ്ങൾ ചതിയിൽ വീഴരുത്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഈ പിശാച് നിങ്ങളുടെ ആദന്മ ശത്രുക്കളാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പിഴവിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ജീവിതത്തിന്റെ പരാജയത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന പിശാചിനോട് ഒത്തുചേർന്ന് നിന്നിട്ട് നിങ്ങൾ ആരും ഈ വേഷവിധാനം നടത്തരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരുന്ന വിശ്വാസികളായ വിശ്വാസിനികളായ പെൺകുട്ടികളോട് അവരുടെ വസ്ത്രത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്, ജീവിതത്തിൽ ചില നന്മകളുണ്ട്. ആ ജീവിതത്തിന്റെ നന്മകളുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോവുക. അല്ലാഹുവിന്റെ ഖുർആനിന് സ്ത്രീയോട് പറയാനുള്ളതെന്നാണ് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട്, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. അല്ലാഹു
അല്ലാഹുവിൽ വിശ്വാസമുള്ള പരലോകത്തെ പേടിയുള്ള സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നബിയേ, സത്യവിശ്വാസിനികളായ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയേ. ആ കണ്ണുകളിലൂടെ അരുതാത്തത് കാണരുത്, അരുതാത്തതിലേക്ക് നോക്കരുത്, അരുതാവിയുടെ ചിന്തകൾ കടന്നു വരരുത്. അതുകൊണ്ട് പരമാവധി കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നന്മയായിരിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും പെണ്ണിന് മാത്രം ബാധകമാകുന്നതല്ല. നിങ്ങളുടെ കണ്ണുകൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണരുത്, അശ്ലീലമായ ചിത്രങ്ങൾ കാണരുത്, അശ്ലീലമായ കാഴ്ചകൾ കാണരുത്, അശ്ലീലം നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ കണ്ടാൽ പിശാച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു കയറും. ആ പിശാച് നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ഗുഹ്യാവസ്ഥാനത്തിന് മാത്രമല്ല വ്യഭിചാരമുള്ളത്, കണ്ണിനും വ്യഭിചാരമുണ്ട് കേട്ടോ. ഏതാണ് നബിയെ കണ്ണിന്റെ വ്യഭിചാരം എന്ന് ചോദിച്ചപ്പോ അത് അശ്ലീലമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കലാണ്. ഏത് അശ്ലീലതയാണോ കണ്ണ് കാണുന്നത്, ആ കണ്ണ് കാണുന്ന കാഴ്ച കണ്ണ് ഹൃദയത്തിന് കൈമാറി കൊടുക്കും. ആ ഹൃദയം നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടാമത് നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ വെളിവാക്കാൻ പാടില്ല. ഇവിടെ ഇവിടെ എന്നെ നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പാടില്ല. പെണ്ണിന്റെ സൗന്ദര്യം അനുവദനീയമായിടത്ത് മാത്രം ആസ്വദിക്കാനുള്ളതാണ്, പെണ്ണ് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, പെണ്ണേ നിന്റെ സൗന്ദര്യം വേണ്ടെടുത്തേ വെളിവാക്കാവൂ, എല്ലാവരെയും തുറന്നു കാണിക്കരുത്. ഈ പെണ്ണ് പുരുഷന് ആസ്വദിക്കാനുള്ളതല്ല, പെണ്ണിന്റെ സൗന്ദര്യം കൊത്തിപ്പറിക്കാനുള്ളതല്ല, പെണ്ണ് പരസ്യ പരകയിലെ പ്രതിനിധാന വസ്തുവല്ല, പെണ്ണ് ജൂവല്ലറിയുടെ പരസ്യത്തിന് വേണ്ട ഉപഭോഗ കമ്പോളത്തിന്റെ വരുമാന മാർഗമല്ല. പെണ്ണെ നീ ആരെന്നറിയുമോ? നിന്റെ ശരീരം എന്ന് പറയുന്നത് പുരുഷനെ ആകർഷിക്കാനുള്ള കച്ചവട ചരക്കല്ല, അത് തീപ്പെട്ടിയുടെ മുകളിൽ പരസ്യമല്ല, പെണ്ണ് പരസ്യ പലകയിലെ ചൂഷണ വസ്തുവല്ല. ഖുർആൻ നിശിതമായി പറഞ്ഞത് ഇല്ല ഇല്ല, പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നന്നായി സൂക്ഷിച്ചു പൊതിഞ്ഞു വെക്കേണ്ട പുരുഷ, നിന്റെ കരവലയത്തിൽ നീ സംരക്ഷണ വലയം ഒരുക്കേണ്ട. അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പെണ്ണ്. നിന്റെ സൗന്ദര്യത്തെ വെളിവാക്കി കാണിക്കരുത്. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ ലൈവ് ചെയ്തിട്ട് തുറക്കാനുള്ളതല്ല നിന്നെ മാറിടം, തുറക്കാനുള്ളതല്ല നിന്റെ സൗന്ദര്യം. നിന്റെ സൗന്ദര്യം ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണ്. അത് അനുഗ്രഹമായി കണ്ട് വലിയ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ലേ? സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണത്. വലാ യുബ്ദീന സീനത്തഹുന്ന, നിന്റെ സൗന്ദര്യം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി ഉടനെ ഓൺ ചെയ്തിട്ട് തുറന്നു പത്തക്ക വെച്ച് മറച്ച്, അതിനുള്ളതല്ല. പെണ്ണെ നിന്റെ സൗന്ദര്യം അത് ലോകത്തിന്റെ താളമാണ്, അത് പ്രപഞ്ചത്തിന്റെ രാഗമാണ്. അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പെണ്ണിന്റെ സൗന്ദര്യം. ആണിന്റെ സൗന്ദര്യമല്ല, ആണിന് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല. പെണ്ണിന്റെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് പെണ്ണെ നീ ലോകത്തിന്റെ ആധാരശിലയാണ്. മൂടി വെച്ചിട്ട് ഭർത്താവിന് മാത്രം കൊടുക്കണമെന്നല്ല പറഞ്ഞത്, ആ മൂടി വെക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആഗ്രഹമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് പെണ്ണിനോട് ഇസ്ലാം ഇതെല്ലാം മൂടി വെക്കാൻ പറഞ്ഞത്? എന്താണെന്ന് അറിയോ? എന്താ പറഞ്ഞ എന്നും പറഞ്ഞ തന്നെ പറഞ്ഞാൽ പോരല്ലോ. ഈ പെണ്ണിനോട് ഇതെല്ലാം മറച്ചു വെക്കാൻ പറയാൻ കാരണം എന്താ അറിയില്ല?
ഇതാണ് ഹിഫ്ളുകളെയൊക്കെ തുടങ്ങുന്നത്. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞുതരട്ടെ? പറഞ്ഞുതരണോ? വേണ്ടേ? വേണ്ടേ? വേണോ? വേണ്ടോ? നിങ്ങൾ ഇങ്ങനെ കാണിച്ച ഉറക്കം വന്ന് തൂങ്ങിയിട്ട് ആടുന്നതാണോ നേരെ പറഞ്ഞാന്ന് ഞാൻ എങ്ങനെ അറിയാം? വേണോ? വേണ്ടേ? വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക നോക്കട്ടെ. രണ്ട് കൈ പൊക്ക് മനുഷ്യന്മാരെ, ഉള്ള കൈയൊക്കെ പൊക്ക്. താത്തേടി ഉറക്കമൊക്കെ ഒന്ന് പോട്ട്, ഒന്നൊന്ന് ഉഷാറാവൻ. അള്ളാഹു സ്വീകരിക്കും. കുട്ടി ഇങ്ങോട്ട് ഇപ്പൊ എന്റെ കൂടെ കേസ് വരുമെന്ന് അറിഞ്ഞുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് പറയുന്നു, നന്നായിട്ട് കേട്ടോളി. ഇതിപ്പോ എനിക്ക് തുറന്നിട്ടപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇത് തന്നെ പ്രശ്നം. അള്ളാഹു നല്ല ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. നന്മ ചെയ്ത ആളുകൾക്ക് ദീർഘായുസ്സ് ഉണ്ടായാലേ സമൂഹത്തിന് വെളിച്ചുണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കുമാറാകട്ടെ. നന്നായിട്ട് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭാര്യമാരെ തിരഞ്ഞെടുത്ത് തന്നത്. എന്റെ ഇടയിൽ പറയണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ. അള്ളാഹു വിവാഹത്തെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ആകാശം പോലെ ഭൂമി പോലെ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അന ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അള്ളാഹു തിരഞ്ഞെടുത്ത് തന്നത്. ആ ഇണകളെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എവിടെയോ കിടന്നൊരു പെണ്ണിനെ ഒരു നിക്കാഹിന്റെ പദം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതേപോലെ അന്യരായി കിടന്ന ആണും പെണ്ണും കിടപ്പറയിലോട്ട് കയറുകയാണ്. അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്കൊരു ഭാര്യയെ തിരഞ്ഞെടുത്ത് തന്നെന്ന് മാത്രമല്ല, ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, അവരുടെ ഇടയിൽ ആരും അറിയാത്തൊരു ബന്ധത്തെ ഞാൻ നൽകിയിട്ടുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഞാനൊരു കാന്തിക ബന്ധം പോലൊരു കാന്തം പിടിച്ചു വലിക്കുന്നത് പോലെ ആണും പെണ്ണും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് അപരിചിതയായ പെണ്ണ് നിന്റെ കിടപ്പറയിൽ വന്നത്, നിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്നത്, അവളിലൂടെ നിനക്ക് മക്കളുണ്ടായത്, മനുഷ്യന്റെ തലമുറ ലോകാവസാനം വരെ കടന്നുപോയത്. പെണ്ണെ അല്ലാഹു പറയാണ്, ഏത് പെണ്ണും ആണും തമ്മിൽ അവരുടെ ഇടയിൽ അവരറിയാത്തൊരു പരസ്പര ബന്ധമുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഈ വികാരപരമായ ബന്ധമില്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്ത്രീ പുരുഷ സംയോഗം സാധ്യമല്ല. അതിലൂടെ മനുഷ്യന്റെ തലമുറ ലോകത്ത് നിലനിൽക്കുകയില്ല. ഈ പെണ്ണും ആണും അടച്ചു വെച്ച് നടക്കുമ്പോ അവരുടെ ഇടയിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ചരടിനെ നിങ്ങൾ മുറിച്ചു കളയരുത്. ആണിനും പെണ്ണും തമ്മിൽ എപ്പോഴും ഒരു എന്തായാലും പറയാ ഒരു വല്ലാത്തൊരു വികാര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണിനെ കണ്ട് അറിയാതെ നോക്കിപ്പോണത്. പെണ്ണിനെ നോക്കല് ഹറാമല്ല. ആണോ? അന്യ പെണ്ണിനെ നോക്കല് ഹറാമാണോ? അന്യ പെണ്ണിനെ കാണല് ഹറാമാണോ? ഇവരെന്ത് മനുഷ്യന്മാരെ. അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല. പിള്ളേർക്ക് സന്തോഷമായി. ഈ മൊയ്ലിയാരാണ് ഇതൊക്കെ ഈ ഷാഫി വാക്കുകൾ പറയാത്ത കുട്ടിയെ. അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല, നോക്കലാണ് ഹറാം. കാണല് ഹറാമായ പിന്നെ നമ്മളൊക്കെ നരകത്തിലല്ല. കാണുന്നത് നോക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നിൽക്കുക, അതിലൂടെ ഒരു പെണ്ണ് പോയി, ഞാൻ അപ്പുറത്തോട് കൂടെ വരിക, വരുന്ന വഴിയിൽ ഏതായാലും ഈ പെണ്ണിനെ ഞാൻ കാണൂലേ? ഇല്ലേ? കാണും. അപ്പൊ പിന്നെ അത് ഹറാമായ പിന്നെ നമ്മളെല്ലാം നരകത്തിലല്ലേ? അവിചാരിതമായി നമ്മളൊരാണും പെണ്ണും നടന്നു പോകുമ്പോ ആണും പെണ്ണും തമ്മിൽ കാണും. കാണല് ഹറാമല്ല. അതിങ്ങനെ നടന്നു പോണ വഴിക്ക് അവിചാരിതമായിട്ടൊന്ന് കണ്ടിട്ട് പോയി, പിന്നെ രണ്ടാമത് നോക്കലാണ് ഹറാം.
രണ്ടാമതൊന്നുകൂടി അവളുടെ ശരീരത്തിലോട് വികാരത്തോടെ കാമത്തോടെ അവളിലേക്ക് രണ്ടാമത് നോക്കലാണ് ഹറാം. നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടു, നോക്കലല്ല, കാണൽ ഹറാമല്ല. അറിയാതെ കണ്ടുപോകും മനുഷ്യനാണ്. അവന്റെ കണ്ണിലൂടെ ഒരു മിന്നായം പോലെ നടന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, യുവാക്കളെ, പെണ്ണിനെ ഒരു പ്രാവശ്യം കണ്ടുപോയാൽ ആ കാണൽ അനുവദനീയമാണ്. പക്ഷേ രണ്ടാമത് എടുത്ത പെണ്ണിനെ വീണ്ടും നോക്കി നിന്നാൽ ആ അത് പിശാചിന്റെ കളിയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ആണും പെണ്ണും തമ്മിൽ ഒരു വലിയ അടുപ്പം അല്ലാഹു നൽകിയിട്ടുണ്ട്. പെണ്ണിനോട് ആണിനൊരു കൗതുകമുണ്ട്, ആണിനോട് പെണ്ണിനൊരു കൗതുകമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക. എപ്പോഴും മൂടി വെച്ചിരിക്കുന്നതിനോടാണ് മനുഷ്യന് കാണാൻ കൗതുകമുണ്ടാവുക. എപ്പോഴും മനുഷ്യന് കൗതുകം എന്തിനോടാണ്? മൂടി വെച്ചതിനോടാണ്. തുറന്നു വെച്ചതിനോടുണ്ടോ? തുറന്നു വെച്ചതിനോടുണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളെല്ലാം നടന്നു പോകുമ്പോൾ എന്റെ ഒരു പേന വഴി കിടക്കും. നമ്മളാ പേന നോക്കി നിൽക്കുക കൗതുകത്തോടെ? ഇല്ല. എന്നാൽ അപ്പുറത്ത് ഒരു പൊതി, ഒരു സാധനം പൊതിഞ്ഞിട്ടിരിക്കുകയാണ്, ഒരു പൊതി. നിങ്ങൾ ആ പൊതി എടുത്താൽ ഇങ്ങനെ അതിന്റെ അകത്തെന്താന്ന് കാണാനുള്ള കൗതുകം വല്ലാത്ത കൗതുകം അല്ലേ? വെറുതെ തുറന്നിരിക്കുന്ന സാധനത്തിലേക്ക് ആരും നോക്കില്ല, കാരണം അത് കണ്ട് മടുത്തതാണ്. എന്നാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അത് കാണാൻ ഭയങ്കര കൗതുകവും ആഗ്രഹവും. ഇത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിന്റെ കൈ കാണാൻ വേണ്ടി ആരെങ്കിലും കൗതുകത്തോടെ നോക്കും? പെണ്ണിന്റെ കൈ എന്നേ തുറന്നു കിടക്കുക. ഒരു പെണ്ണിന്റെ കാൽപാദം അത് കാണാൻ കൗതുകത്തോടെ നോക്കൂ? അത് തുറന്ന് കണ്ട് അത് കാണാനുള്ള കൗതുകം കുറഞ്ഞുപോയി. എപ്പോഴും അവൾ മറച്ചു വെച്ചതിന്റെ ഉള്ളിലുള്ളത് കാണാനാണ് കൗതുകം, ആഗ്രഹം. ആ ആഗ്രഹമാണ് സ്ത്രീ പുരുഷ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിങ്ങനെ തുറന്നിടാൻ തുടങ്ങിയാൽ കണ്ട് ഏതൊരു സാധനവും ആദ്യമായി കാണുമ്പോൾ കൗതുകം ഉണ്ടാവും. അത് കണ്ട് കഴിയുമ്പോൾ അതിനോടുള്ള കൗതുകവും ആഗ്രഹവും കുറയും. അങ്ങനെ എല്ലാം തുറന്നിട്ട് പരിപൂർണ നഗ്നരായി നടക്കാൻ ആണും പെണ്ണും തീരുമാനിച്ചാൽ പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ വൈകാരികത നഷ്ടപ്പെട്ടു പോകും. അത് മനുഷ്യ കുലത്തിന്റെ ആവിർഭാവത്തിന് തന്നെ തടസ്സമാകും. അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ആഗ്രഹം നിലനിൽക്കാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീ മൂടിവെക്ക്. ഇനിയിപ്പോ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. എന്റെ പൊന്നു ഹബീബന്മാരെ, നിങ്ങൾ എന്നെ വായി പൊളിച്ച് നോക്കിയാൽ എന്താ? ഇനിയിപ്പോ അതിന്റെ മുകളിലോട്ട് എനിക്കിപ്പോ തുറന്നു പറയാൻ പറ്റില്ല. ഇത്രേ പറയാൻ പറ്റും. തമ്മത്തിൽ കിതാബി ഔലിയാഹിൽ മലിക്കുൽ വഹാബ്, ഇത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത്, ഞാൻ ഈ വിഷയം ആനുകാലികമായി പറയുന്നത്, ഇസ്ലാം മൂടിവെക്കാൻ പറഞ്ഞത് പെണ്ണിനെ അകത്തിരുത്താനല്ല, ഈ മനുഷ്യന്റെ തലമുറ നിലനിൽക്കാനാണ്. അള്ളാഹു ബോധം തരട്ടെ. നമ്മൾ ഈ മൂടിയിരിക്കുന്ന സാധനം കാണാനല്ലേ നമുക്ക് കൊതി തോന്നുക? അങ്ങനെയല്ലേ? എന്തിട്ട് പിള്ളേരാണ് നിങ്ങൾ അത്ര മുത്തക്കി? നിങ്ങൾ തുറന്നിട്ടാലും നോക്കാത്ത ആളുകളാണ്. നിങ്ങളുടെ ഇരിപ്പ് വന്നിട്ട് അങ്ങനെയാണല്ലോ തോന്നണേ. ആഗ്രഹമുണ്ടാവുകയില്ല ആണും പെണ്ണും തമ്മിൽ. അതുകൊണ്ടാണ് യൂറോപ്പിൽ വ്യഭിചാരം കൂടിയത്. അതുകൊണ്ടാണ് അവിടെ വ്യഭിചാരം നിയമവിധേയമാണ്. അവിടെ അടച്ചു വെച്ചത് വളരെ കുറവാണ്, മൂടി വെച്ചത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ അങ്ങനെയായ ലൈംഗിക അരാജകത്വം നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകാവസാനം അടുത്തു വരുമ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ പ്രവചിക്കവേ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലോകാവസാനം അടുത്തു വരുമ്പോ ഒരു പെണ്ണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷന്റെ അടുക്കൽ പോകും. ആ പുരുഷൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുമ്പോ ആ പെണ്ണുങ്ങൾ
പുരുഷനെ ബലാത്കാരമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പുരുഷൻ പൊതുനിരത്തിലൂടെ ഓടി രക്ഷപ്പെടുമത്രേ. ഓടുമ്പോ ആ പുരുഷന്റെ പുറകെ ഈ പെണ്ണ് ആ പുരുഷനെ പിന്തുടരും. അവസാനം പെണ്ണിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പുരുഷൻ ഓടിച്ചെന്ന് മരത്തിന്റെ മുകളിൽ കയറി നിൽക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പുരുഷന് ഒരു വർഷം കഴിഞ്ഞാണ് താഴോട്ടിറങ്ങി വരുന്നതെങ്കിലും ആ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആ പെണ്ണ് ഒരു വർഷം വരെ മരത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന ലൈംഗിക ആരാധകത്വത്തിന്റെ ഒരു കാലം വരുമെന്ന് ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു വെച്ചതെല്ലാം പെണ്ണെന്ന് പുറത്ത് കാണിക്കുകയും കണ്ട് കണ്ട് പുരുഷന് പെണ്ണിനോടുള്ള ആസക്തി ഇല്ലാതാവുകയും എല്ലാം കണ്ട് മനസ്സ് മരവിച്ചു പോയ പുരുഷന് പെണ്ണിനോട് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാത്തൊരു കാലം വരുമ്പോ പെണ്ണ് പുരുഷനെ ഓടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് ലോകാവസാനത്തിന്റെ അവസ്ഥ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എല്ലാം തുറന്നു കാണിക്കാനുള്ള സമരമാണ് നടക്കുന്നതെങ്കിൽ മാറും മറക്കാൻ വേണ്ടി സമരം നടത്ത കേരളത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറി തുറന്നു കാണിക്കാനുള്ള സമരമുഖത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകാവസാനം വരെ ആൺ പെൺ ബന്ധം സുദൃഢമായി നിലനിൽക്കാൻ പുരുഷന് പെണ്ണിനോട് താല്പര്യം തോന്നാൻ നിന്റെ സൗന്ദര്യത്തെ ആരുടെ മുമ്പിൽ നീ വെളിവാക്കരുത്. ആ സൗന്ദര്യത്തെ അടച്ചു പിടിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവളായി കടന്നുപോയി അവസാന സഹോദരങ്ങളെ, ഏറെ പറയാൻ സമയമില്ല. അവസാനം നീ ആരാകണമെന്നറിയോ? ഒരു നല്ല പെങ്ങളായി, ഒരു ഉമ്മയായി, ഒരു ഭാര്യയായി ഭർത്താവിന്റെ ജീവിതത്തിലോട്ട്, ഒരു പുരുഷന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു നല്ല ഭാര്യയായി നീ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു പോകണേ എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ന് സ്ത്രീക്കൊപ്പം നിലനിന്ന ഖുർആൻ സ്ത്രീയുടെ വസ്ത്രധാരണം മാത്രമല്ല. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, കബീർ ബാഖവി അടക്കമുള്ള ആളുകൾ, അല്ലയോ പെങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരിയുടെ വോയിസ് ക്ലിപ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വൈറലായി. ഉസ്താദേ, നിങ്ങൾ ഭാര്യമാരെ കുറിച്ച് പറയാത്തതെന്താ? ഈ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ അടുക്കളയിലെ യന്ത്രമായി കണക്കാക്കുന്ന, കടപ്പുറയിൽ ഞങ്ങളുടെ അടുക്കലേക്ക് വരാത്ത ഒരു ഭർത്താവിന് എന്ത് കടമയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് ആദ്യമായിട്ട് തന്നെ ആ സഹോദരിയോട് സ്നേഹപൂർവ്വം, സഹോദരി, നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഭർത്താവ് അങ്ങനെയാണെന്ന് കരുതി എല്ലാ ആണുങ്ങളും പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. 100% ഭാര്യമാരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഭാര്യയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന 100 കണക്കിന് ആണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് കരുതരുതേ. നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയാണെന്ന് കരുതി എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. ഇനി നിങ്ങൾ നല്ലതായിട്ടും അങ്ങനെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ക്ഷമയ്ക്ക് വേണ്ടി സ്വർഗത്തിന് കാരണമാക്കി മാറ്റുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ വിനീതൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നല്ല ഭർത്താക്കന്മാരെ കുറിച്ചാണ്, നല്ല ഭാര്യയെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ? പുരുഷനോട് പറഞ്ഞതെന്നറിയോ? പുരുഷ, നിന്റെ കണ്ണിൽ പെണ്ണാരായിരിക്കണമെന്നറിയുമോ? സന്ധ്യാനേരത്ത് നടന്നു പോകുമ്പോ റോഡ് വക്കിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ കാമത്തോടെ നോക്കരുത്. അത് നിന്റെ പെങ്ങളാണെന്ന് കരുതുക, അത് നിന്റെ ഭാര്യയാണെന്ന് കരുതുക, അത് നിന്റെ ഉമ്മയാണെന്ന് കരുതുക. റോഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിന്റെ ശരീരത്തിനോട് വില ചോദിക്കരുത്. ഫേസ്ബുക്കിൽ കമന്റ് ഇടുമ്പോ പല ചെറുപ്പക്കാരും അവൾ പുരോഗമനവാദിയാകട്ടെ, ഫെമിനിസ്റ്റ് ആകട്ടെ, അവരുടെ അവകാശങ്ങളും ആദർശങ്ങളും അവര് പറയട്ടെ, മാന്യമായി കമന്റ് കൊടുത്ത് പ്രതികരിക്കുക. അല്ലാതെ അവളോട് ചോദിക്കരുത്, നിന്റെ രാത്രിക്ക് ഒരു രാത്രിക്ക് എന്ത് വിലയുണ്ട്? പെണ്ണെന്നുള്ളത് രാത്രിക്ക് വിലയിടാനുള്ളതല്ല. പെണ്ണെന്ന് പറയുന്നത് നിനക്ക് വിലയിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അവളുടെ ഒരു രാത്രിക്ക് നിനക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ അക്റമഹു
അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈൻ മാ അക്രമഹുന്ന ഇല്ലാ കരീം. മാന്യന്മാരല്ലാതെ പെണ്ണിനെ ബഹുമാനിക്കില്ല, മാന്യന്മാർക്ക് പെണ്ണിനെ ബഹുമാനിക്കാൻ കഴിയൂ. വമാ അഹാനഹുന്ന ഇല്ലാ ലഈൻ. ശപിക്കപ്പെട്ട നിഷ്ക്രിയനുമാണ്, ശപിക്കപ്പെട്ടവനാണ് പെണ്ണിനെ നിന്ദിക്കുന്നവൻ, അവളുടെ രാത്രിക്ക് വില പറയുന്നവന്, അവളുടെ മാറിടം നോക്കി തുറിച്ചു നോക്കുന്നവന്, അവളുടെ ശരീരത്തെ കടുകനെ പോലെ കുത്തിപ്പറിക്കുന്നവന്, ബസ് സ്റ്റാൻഡിൽ ഒറ്റക്ക് നിൽക്കുന്ന പെണ്ണിനെ ചുറ്റി നടക്കുന്ന പൂവാലന്മാർ. അല്ലാഹു പറയാണ് പെണ്ണിനെ ബഹുമാനിക്കണേ, പെണ്ണിനെ ആദരിക്കണേ. മാന്യനായ പുരുഷനല്ലാതെ പെണ്ണിനെ ആദരിക്കാൻ കഴിയില്ല. പെണ്ണെടുത്തുകാരെ, പെണ്ണിടം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരെ, റസൂലിന്റെ സ്ത്രീയെ കുറിച്ചുള്ള ആദരവിന്റെ പദാർത്ഥങ്ങളെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിന്റെ ഭാര്യയായി വരുന്ന പെണ്ണ്, ആ പെണ്ണിൽ നിന്ന് ഇഷ്ടമില്ലാത്തതൊന്ന് സംഭവിച്ചാൽ പോലും അവളെ തലാഖ് ചൊല്ലി ഒറ്റയടിക്ക് ഒഴിവാക്കാൻ നിനക്കും അധികാരമില്ല. നീ അവളെ ഭാര്യയായി, ഫെമിനിസ്റ്റുകൾ ചോദിക്കുന്നത്, ഒരു ഭാര്യയായി സ്വാതന്ത്ര്യമില്ലാതെ താഴെ കിടക്കാനാണോ? ഭാര്യയുമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ഉടനെ തലാഖ് ചൊല്ലിയിട്ട് ഒഴിവാക്കാനും പാടില്ല. ഒഴിവാക്കാവോ? ഭാര്യ ഭർത്താവ് തമ്മിലൊരു വഴക്കുണ്ടായി, വീട്ടിൽ കൊണ്ടുവിടാണ് ചെയ്യേണ്ടത് ആണോ? മുത്തലാഖൊക്കെ വലിയ വിഷയമല്ലേ? സ്ത്രീയെ കുറിച്ച് അല്ലാഹു എങ്ങനെയാ പറഞ്ഞത്? ഖുർആനിലെ 2 ആയത്ത്. ഒരാണും പെണ്ണും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? അല്ലാഹു പറഞ്ഞു. ആരാ പറഞ്ഞത്? അല്ലാഹു പറയടാ, നിന്റെ ഭാര്യ നീ തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? ഖുർആൻ സൂറത്തുൻ നിസാ. കേട്ടിട്ടുണ്ടോ? വഴക്കുണ്ടായി, അടിയായി, എന്നെ തലാക്ക് നീ തലാക്ക് പോ. ഇല്ല, ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഖുർആൻ പറഞ്ഞ 2 ആയത്ത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല വസ്ത്രം ഏതാന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുണ്ടായാൽ എന്ത് ചെയ്യണം? സ്ത്രീയോട് എങ്ങനെ പെരുമാറണം? ഖുർആൻ പറഞ്ഞ ഒരു ഘട്ടം ഞാൻ പറഞ്ഞുതരാം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ഘട്ടം, അള്ളാഹ് പറഞ്ഞ ഘട്ടം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാവരും കാര്യമായ രീതിയിൽ സഹായിക്കുക, സഹകരിക്കുക. ഉറക്ക ഒരു മൂന്ന് സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതം കൊണ്ട് ഖുർആൻ വരച്ചു കാണിച്ച മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബേക്കൽ മക്ക പരിസരത്തിന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യ അത് നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നവളാ. ആ ഭാര്യയെ നിന്റെ ജീവിതത്തിലൊരു ഭാര്യയായി സ്വീകരിക്കുമ്പോ തന്നെ നീ അല്ലാഹുവിനോട് കരാർ ഒപ്പിട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. നിക്കാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത് ജീവിതത്തിലെ ഏറ്റവും പരിട്ടമായ ഉടമ്പടിയാ. ഒരു വാപ്പ കല്യാണ സദസ്സിലെ ചെറുപ്പക്കാരാ, നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞതേതെന്നറിയോ? എന്റെ അല്ലാഹു കൽപ്പിച്ചത് കൊണ്ട്
എന്റെ പടച്ചറപ്പനോട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരിക. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല ഭർത്താക്കന്മാരോട്, ഏതെങ്കിലും ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായി കിട്ടിയെങ്കിൽ 18 വയസ്സ് വരെ മകളെ വളർത്തിയ വാപ്പ എങ്ങനെയാ നിന്റെ കയ്യിൽ തന്നത്? ആ വാപ്പ പറയുന്നുണ്ട്, നിക്കാഹ് പറയുമ്പോ എന്റെ അള്ളാഹു എന്നോട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ 18 വയസ്സുള്ള എന്റെ പൊന്നുമോളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരുന്നത്. അവൾക്കിനി ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അവൾ അധിക ഭാരമായത് കൊണ്ടല്ല, എന്റെ വീട്ടിൽ നിന്ന് അവൾ പൊര നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ടല്ല, ഒരു പരിചയവുമില്ലാത്ത നിന്റെ കൈവെള്ളയിൽ എന്റെ മോളെ ഞാൻ, എന്റെ പൊന്നുമോളെ, എന്റെ കരളിന്റെ കശനമായ പൊന്നുമോളെ ഞാൻ ഏൽപ്പിച്ചു തരുന്നത് എന്റെ റബ്ബനോട് പറഞ്ഞത് കൊണ്ടാ, ഇതെന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്തായത് കൊണ്ടാ, ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണല്ലോ. നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹിന്റെ ചര്യയിൽപ്പെട്ടടാ. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, എന്റെ ഹബീബായ മുത്തു മുസ്തഫാന്റെ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടാൻ എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിൽ ഞാൻ തരികയാ. ബിഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്റെ മോളുടെ ഭാഗത്ത് നിന്ന് നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ ഇതേപോലെ എന്റെ മകളെ എനിക്ക് ഇങ്ങ് തിരിച്ചേൽപ്പിച്ചേക്കണം. എന്റെ മകളെ അടിക്കരുത്, എന്റെ മകളെ അപവാദം പറയരുത്. അവള് നിന്റെ പെങ്ങൾക്ക് നിന്റെ ഉമ്മാക്കും കൊത്തി കളിക്കാനുള്ളതല്ല, അമ്മായിയമ്മ പോര് തീർക്കാനുള്ളതല്ല, നാത്തൂമ്പോര് എടുക്കാനുള്ളതല്ല. എന്റെ ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളും അടക്കമുള്ള ആളുകൾ നിക്കാഹിന്റെ വേദിയിൽ 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് വാപ്പ പറയുന്നുണ്ട്, എന്റെ മകളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ, ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോളെ ഈ തരുന്നത് പോലെ പോറേൽപ്പിക്കാതെ എന്റെ കൺമണി എനിക്ക് തിരിച്ചേൽപ്പിച്ചേക്കണം. ഈ നിബന്ധന പറയുമ്പോ അപ്പോഴാണോ നീ പറഞ്ഞത് കബിൽതു, ഞാൻ ഈ എഗ്രിമെന്റ് സ്വീകരിച്ചു, ഞാൻ ഈ കരാറിൽ ഒപ്പിടുകയാ. നിങ്ങളുടെ മകളെ ഞാൻ വേദനിപ്പിക്കില്ല, അവളെ ഞാൻ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളെ ഞാൻ അടിക്കില്ല, അവളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹരിക്കില്ല. ഇതാണ് ഫെമിനിസ്റ്റുകളെ. ഞാൻ പറയുന്നു, ലോക ചരിത്രത്തിലേറെക്കെ മതങ്ങളുണ്ട്. കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ മാനത്തിന് കരാറൊപ്പിട്ടിട്ട് ഈ മാനം സംരക്ഷിക്കണമെന്ന് കരാറൊപ്പിടാൻ പറഞ്ഞ ഒരു മതമേതെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ? ഫെമിനിസ്റ്റുകളോട്, ഇസ്ലാം അടക്കി വെച്ചെന്ന് പറഞ്ഞവളോട്, പുരോഗമനവാദികളോട്, ഇസ്ലാമിലെ പെണ്ണിന് മാനമില്ലെന്ന് പറഞ്ഞവളോട്, കല്യാണം കഴിക്കാൻ ഒരു പുരുഷൻ വരുമ്പോ 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് 2 സാക്ഷിമാരെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് ഈ പെണ്ണിനൊരു പോറൽ പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞ് അത് ഉറപ്പിച്ച് സമ്മതിപ്പിച്ച് പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു മാനിഫെസ്റ്റോ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമാണ്. അവിടെ ഇന്നലെ പെണ്ണിനാണ്, ആണിനല്ല. നിന്റെ വീട്ടിലേക്ക് നിന്റെ പെണ്ണ് വരികയാണ്, അവളെ അപമാനിക്കരുത്, അവളുടെ മാനം കെടുത്തരുത്. പെണ്ണെടുത്തുകാരോട്, ഫെമിനിസ്റ്റ് വാദികളോട്, പുരോഗമനവാദികളോട് സന്തോഷത്തോടെ വരൂ, നമുക്ക് സംവദിക്കാം, ഇസ്ലാമിന്റെ പെണ്ണിന്റെ നിലയെ കുറിച്ച് പറയാം. അങ്ങനെ കൈപിടിച്ചിട്ടാണ് നിന്റെ പെണ്ണിനെ നീ കൊണ്ടുപോയത്. അങ്ങനെ എങ്ങാനും നിങ്ങൾ ജീവിതം ആരംഭിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി, എഗ്രിമെന്റ് ഡിമാൻഡും ഒക്കെ പറഞ്ഞ് ഓളെ കെട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. അവള് നന്നായിട്ട് മുഖമൊക്കെ കഴുകിയപ്പോ ആ മുഖത്ത് വെച്ചിരുന്ന പൗഡറും പുട്ടിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കല്യാണത്തിന് കണ്ട അത്ര ഗ്ലാമർ ഇല്ല. അപ്പൊ തുടങ്ങണ പ്രശ്നമാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് കഴിഞ്ഞപ്പോ വഴക്കായി. നിങ്ങൾ വഴക്കൂടൂല ഭാര്യമാരോട്? കല്യാണം കഴിയുമ്പോ എന്താ പടച്ചോരെ വർത്താനം. ചില പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയാല് ഫ്രണ്ടിലെ സീറ്റിൽ ഒരാണും പെണ്ണും കൂടെ ഇരിക്കണോ, ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് വർത്താനാണ്. അപ്പഴേ മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുണ്ട്. കുറെ നാള് കഴിഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവും കൂടെ എന്ത് ചെയ്യും? ഇങ്ങനെ കേറിയിട്ട് ഭർത്താവ് പുരുഷന്മാരുടെ സീറ്റിലിരിക്കും, ഭാര്യ സ്ത്രീകളുടെ സീറ്റിലിരിക്കും. ഇനി അവിടെ പോയിരുന്നു സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാർ ഇരുന്നൂടാ, നിയമലംഘനമാണ്. അപ്പഴേ മനസ്സിലാക്കണം 3 മാസമായി.
ഒരു 6 മാസം ആകുമ്പോ ബസ് വരുമ്പോ ഭർത്താവ് ഫ്രണ്ടിലും ഭാര്യ ഫ്രണ്ടിലും കേടും ഭർത്താവ് ബാക്കിലും കയറും. അപ്പൊ 6 മാസം. 1 വർഷം ആകുമ്പോ ഭർത്താവ് പറയും നീ ഫസ്റ്റ് ബസ്സിന് പോയിക്കോ, ഞാൻ ലാസ്റ്റ് ബസ്സിന് പുറകെ വന്നേ. അപ്പൊ മനസ്സിലായിക്കോണം എത്രയായി? 1 വർഷമായി. ഭാര്യ ഭർത്താവ് ആകുമ്പോ പിണങ്ങും. ഭാര്യ ഭർത്താവുമ്പോ പിണങ്ങും. പ്രശസ്ത എഴുത്തുകാരനായ ഡോക്ടർ കെ.എം. റോയി അദ്ദേഹത്തിന് ലേഖനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നുണ പറയുന്ന ആളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമേതാ? താഴെ എഴുതുകയാണ്, കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഞാൻ എന്റെ ഭാര്യയോട് ഇതുവരെ പിണങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം. പിണങ്ങാത്തവരാരില്ല. ആണാണോ പെണ്ണാണോ രണ്ട് ശൈലിയാണ്. ഭയങ്കര ചൂട്. ഇതൊന്നും അടുപ്പിച്ച് നോക്കുന്നുണ്ട്. ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റണില്ല. ഞാൻ തമാശയൊന്നും പറയുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി. അങ്ങനെ പിണക്കമുണ്ടായാൽ ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് പിണങ്ങി, ആദ്യം പിണക്കമുണ്ടായി, രണ്ടുപേരും തമ്മിൽ മിണ്ടാട്ടമില്ല, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം സഹോദര? ഒന്ന് പറയ്. നിങ്ങൾ പെണ്ണ് കിട്ടിയിട്ടില്ലേ ഇതുവരെ? മനുഷ്യന്മാർ അല്ലാഹുവിന്റെ ഖുർആൻ ഇതിനെ പഠിക്കുക. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് നിങ്ങൾ ഈ ഫെമിനിസ്റ്റ്. അവർക്ക് അറിയില്ല. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണും ഭർത്താവും തമ്മിൽ പിണങ്ങി, ആ മുത്തലാഖ് നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതാണ് അവർ കരുതിയില്ല. സൂറത്തുൻ നിസാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമുണ്ടായാൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ വദ്രിബൂഹുന്ന ഫഇന്ന തൈനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലിയൻ കബീറാ. എല്ലാ പുരോഗമനവാദികളും കേട്ടുകൊള്ളുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തലാഖ് ചെല്ലലല്ല. ഒന്നാമത്തെ പടി ഫഇദൂഹുന്ന. നീ ആ പെണ്ണിനെ ഉപദേശിച്ചു കൊടുക്കണേ. കിടപ്പറയിലോട്ട് വരുമ്പോ അവളോട് പറയണം, എന്തിനാണ് മോളെ നമ്മൾ പിണങ്ങുന്നത്? നമ്മൾ പിണങ്ങിയാൽ നീ പിണങ്ങിയ സമയം തിരിച്ചു വരില്ലല്ലോ. അല്ലാഹു തന്ന ചെറിയൊരു ജീവിതമല്ലേ, എന്തിനാ പിണങ്ങി നമ്മൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിന്റെ ഭാര്യയോട് നീ ഉപദേശിച്ചു കൊടുക്കണം. ഒന്നാമത്തെ പടി പെണ്ണിനെ നീ ഉപദേശിച്ചു കൊടുക്കണേ. ചുരുക്കി പറയാം, ഉപദേശിച്ചിട്ടും അവളുടെ പിണക്കം മാറിയില്ലെങ്കിൽ രണ്ടാമത് ഭർത്താവ് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഖുർആനാണ്. നിന്റെ കിടപ്പറയിൽ നിന്ന് അവളെ മാറ്റി കിടത്തുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിലാണ്. അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണേ. ഒന്നുകിൽ നീ കട്ടിലും അവളെ തറയിലും കിടത്തുക, അല്ലെങ്കിൽ നീ തറയിൽ ഇറങ്ങി കിടത്തിയിട്ട് അവളെ കട്ടിലിൽ കിടത്തുക. ഒരു റൂമിലാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം ബെഡ്റൂമിന് വെളിയിലെറിയണ്ട. രണ്ടാമത്തെ ഘട്ടമേണെന്നറിയുമോ? കിടപ്പറയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകന്ന് കിടക്കണം. ആ പെണ്ണിനെ ഇറക്കി തറയിൽ കിടത്തണം, അല്ലെങ്കിൽ നീ തറയിൽ കിടന്നിട്ട് പെണ്ണിനെ ബെഡിൽ കിടത്തണം. രണ്ടുപേരും ഒന്ന് അകന്ന് കിടന്നു നോക്കുക. രണ്ടാമത്തെ ഘട്ടം, നീ തറയില്, ഭാര്യ മുകളില്. കുറെ കഴിയുമ്പോ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോ രണ്ടുപേരും ഒരിടത്തായിരിക്കും. അങ്ങനെ ഒരു റൂമിൽ അകന്ന് കിടക്കുമ്പോൾ മാനസികമായിട്ട് നമുക്കൊരു വലിയ വിഷമമുണ്ടാവും. അപ്പൊ പിന്നെ ഭാര്യയാണ് വന്നത്, നിങ്ങൾ എന്തിനാ അവിടെ കിടക്കണം, എഴുന്നേക്കി. അല്ല ഭർത്താവ് പറയും ഇങ്ങനെ കിടക്കണ്ട, എഴുന്നേക്കി. രണ്ടാമത്തെ ഘട്ടം കിടപ്പറയിൽ മാറ്റി കിടക്കണം. മൂന്നാമത്തെ ഘട്ടം, കിടപ്പറയിൽ അകത്തി കിടത്തിയിട്ടും അവരുടെ പിണക്കം തീരുന്നില്ല, പെണ്ണിന്റെ പിണക്കം തീർന്നില്ല. എന്നാൽ മൂന്നാമതായി നിന്റെ
നിന്റെ ഭാര്യയെ നിനക്കൊരു അടി കൊടുക്കാം, ഒരു പ്രാവശ്യം അവൾക്കൊരു അടി കൊടുക്കാം. എങ്ങനെയാണ് അടിക്കേണ്ടത്? അവളുടെ ചെകിട്ടത്തല്ല, അവളുടെ കണ്ണിലല്ല, അവളുടെ മുതുകത്തല്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, തൊലി പൊട്ടാത്ത രീതിയിൽ ഒരു ചെറിയ വടിയെടുത്തിട്ട് ഒരൊറ്റ അടി നിനക്ക് അവളെ അടിക്കാം. പക്ഷെ തൊലി പൊട്ടരുത്, തൊലി പൊട്ടരുത്. ഇത് വേദനിക്കാനുള്ള അടിയല്ല. അഭിമാനബോധമുള്ള ഒരു പെണ്ണിന്, കുടുംബത്തിൽ പിറന്ന പെണ്ണിന്, എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അടി കിട്ടിയല്ലോ എന്നവൾ മാനസിക വിഷമമുണ്ടായാൽ അവൾ അടുത്തു വരും. അതുകൊണ്ട് ആ പെണ്ണിനെ നീ അടിച്ചുകൊള്ളുക, പക്ഷേ തൊലി പൊട്ടരുത്, രക്തം വരരുത്, അവൾക്ക് വല്ലാതെ വേദന എടുക്കരുത്, കവിളത്തടിക്കരുത്, നെഞ്ചത്തടിക്കരുത്, മുതുകത്ത് നിന്റെ ഭാര്യ അടിക്കരുത്. അടിക്കാൻ അനുവാദമില്ലടാ ചെറുപ്പക്കാരാ. ഭാര്യ കൈകൊണ്ട് ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ മ്ലേച്ഛനായ പുരുഷ ലോകത്തില്ല. ഈ നെഞ്ചിലിരിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാരിൽ ആരെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ പെണ്ണിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അതപ്പതിച്ച പുരുഷ ലോകത്ത് വേറെയില്ല. പെണ്ണിനെ അടിക്കാൻ അനുവാദമേ ഇല്ല. അങ്ങനെ ഒരു അനുവാദം തന്നാൽ തന്നെ തൊലി പൊട്ടാത്ത രീതിയിൽ അടിക്കാനേ അനുവാദമുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലംറഅതൻ വലാ ജാരിയ, ഒരു ഭാര്യമാരെയോ വേലക്കാരി പെണ്ണുങ്ങളെ പോലും നിന്റെ ഹബീബായ നബി തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അടിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളെ അടിക്കരുത്, സ്ത്രീയുടെ കണ്ണുനീര് വീടരുത്. സ്ത്രീയെ ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ അതപ്പതിച്ചവൻ അവൻ ലോകത്ത് മറ്റാരുമില്ല. നിനക്കടിക്കണമെങ്കിൽ തന്നെ ഒറ്റ അടി അടിക്കാം. മൂന്നാമത്തെ ഘട്ടം അടി കൊടുക്കാം. അതെന്തിന്? ഒരു പേടിയുള്ളൊരു പെണ്ണ് വല്ല ഭർത്താവ് അടിച്ചല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് അടിച്ചേക്കു. അവിടെ ഖുർആൻ നിർത്തുകയാണ്. സാധാരണ ഒരടി കൊണ്ടാൽ അവൾ വഴിപ്പെടാറാണ് പതിവ്. അവൾ നിനക്ക് വഴിപ്പെട്ടടുത്തേക്ക് വന്നാൽ അവളോട് പിന്നെ ദേഷ്യം കാണിക്കരുതേ, അവളോട് അക്രമം കാണിക്കരുതേ. മനുഷ്യന്മാര് പിണങ്ങാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങാറുണ്ട്. ഒരടി കൊടുത്തിട്ട് അവൾ അടുത്തേക്ക് വന്നാൽ ഇണക്കമുള്ള പൂച്ചക്കുട്ടിയെ പോലെ ഭാര്യ അടുത്ത് വന്നാൽ പിന്നെ അവളോട് കോപം കാണിക്കരുതേ. എത്ര ഘട്ടമായി? എത്രയായി? ഓ, നിങ്ങൾക്ക് വലിയ ഇഷ്ടം താല്പര്യമൊന്നും ഉണ്ടാവില്ല. 3 ഘട്ടം അല്ല പറയാൻ. ആദ്യം ഉപദേശിക്കണം, 2 ബെഡിൽ നിന്ന് മാറ്റി കിടക്കണം, 3 ഒരു കൊച്ചടി കൊടുക്കണം. എന്നിട്ടും പിണക്കം തീരാതെ നീണ്ടു പോവുകയാണെങ്കിൽ നാലാമത്തെ പടി വൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഉപദേശിച്ചു നോക്കി, കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തി, ഒരു ചെറിയ അടി കൊടുത്തു. എന്നിട്ടും അവരുടെ പിണക്കം മാറുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം നീണ്ടുപോയാൽ നാലാമത്തെ ഘട്ടം ഏതെന്നറിയോ? നിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നൊരാളെ തെരഞ്ഞെടുക്കുക, നിന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെ തെരഞ്ഞെടുക്കുക. 2 പേരുടെയും കുടുംബത്തിലെ മധ്യസ്ഥന്മാര് വലിയൊരു ചർച്ച നടത്തുക. വീട്ടിലറിഞ്ഞല്ലോ റബ്ബേ, വെളിയിൽ ഒരാൾ അറിഞ്ഞല്ലോ റബ്ബേ, ഇതുവരെ ഞങ്ങളുടെ ഇടയിലായിരുന്നു, വെളിയിൽ ഒരാൾ അറിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഖുർആൻ പറയാണ് ആ ഭാര്യ ഭർത്താക്കന്മാരിടയിൽ കൂടിച്ചേരണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരുടെ ചർച്ചയോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം അവസാനിച്ചവരൊന്നിച്ചാകും. എന്നിട്ടും അവസാനിച്ചില്ലെങ്കിൽ, മധ്യസ്ഥന്മാരെ ചർച്ച ചെയ്തിട്ടും അവസാനിച്ചില്ല, എന്നാൽ 5ാമത്തെ പടിയായി ഭർത്താക്കന്മാരെ ആദ്യം അനുവാദമില്ല തലാക്ക് പറയാൻ ഉപദേശിക്കണം, അടിക്കടത്തണം, അടി കൊടുക്കണം, പൊട്ടാത്ത അടി, പിന്നെ മധ്യസ്ഥന്മാരെ കൊണ്ട് ചർച്ച നടത്തണം. 4 ചെയ്തിട്ടും ഈ പിണക്കം തീർന്നില്ലെങ്കിൽ അടുത്തതായി നീ എന്ത് ചെയ്യണം? അടുത്തായിട്ട് എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നീ അവളോട് ഒരു തലാക്ക് ചൊല്ലണം. 5ാമതാണ് തലാക്ക് വരുന്നത്. ആളുകളോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ, സ്ത്രീപക്ഷവാദികളോട് പറയും നിങ്ങൾ,
ഫെമിനിസ്റ്റുകളോടും സഹോദരിമാരോടും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖ് ചൊല്ലിയിട്ട് വിടാനല്ല. വിവാഹമോചനത്തിന് ഖുർആൻ പറയുന്ന മാനദണ്ഡം 5ാമത് നീ 1 തലാഖ് ചൊല്ലണേ. തല്ലക്ക് തുക്കി പിന്നെ ഞാൻ തലാഖ് ചൊല്ലി 2 പറയരുത്. 1ാമത്തേത് പറയണം നിന്നെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുകയാണ്. എന്തിനെന്നറിയുമോ? എന്തിനാണ് 1 തലാഖ് പറയുന്നത്? ആ തലാഖ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തലാഖായി. അവളുടെ 1 മാസത്തെ ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ആ ശുദ്ധിയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് ഇവര് 2 പേരും തമ്മിൽ 1 തലാഖ് ചൊല്ലി മാറി 2 പേരും തലാഖിൽ 2 വീട്ടിലായി. അപ്പോഴാണല്ലോ പടച്ചവനെ എന്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്തൊക്കെ വട കൂടിയാലും എന്റെ ഭർത്താവില്ലാതെ എനിക്കില്ല റബ്ബേ എന്ന് മനസ്സിന് തോന്നിയിട്ട് തിരിച്ചൊന്നിച്ചു കൂടണമെന്ന് തീരുമാനിച്ചാൽ അവളുടെ ശുദ്ധി തീരുന്ന കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ തോന്നലുണ്ടായതെങ്കിൽ ഭർത്താവ് പോയിട്ട് നിന്നെ ഞാൻ തിരിച്ചെടുത്തു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അവരെ 2 പേരും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കപ്പെടും. അപ്പോ അവളുടെ 1 പീരീഡ് കഴിയുന്നതിന്റെ ഇടയിൽ 2 പേരും 2 വീട്ടിലായി. പടച്ചോനെ 2 വീട്ടിലാകുമ്പോ 2 വീട്ടിലാകുമ്പോഴേ അറിയൂ. നമ്മളിപ്പോ ഭാര്യയോട് പറയും, പണ്ടാരം നീ നിന്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കണേ, ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ നടക്കട്ടെ. നിന്റെ വീട്ടിലും പോകൂല. പക്ഷേ വീട്ടിലോട്ട് പോയി ഉച്ചക്ക് ചോറുണ്ടാ നേരത്ത് ആരും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ പടച്ചോനെ ഇത് കുറഞ്ഞല്ലോ അല്ലാഹു. 1 ദിവസം അതുങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കൂല, ഉറപ്പാണ്. എന്ത് വടക്ക് വന്നാലും ഭാര്യ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു വിട്ടു. 1 ദിവസം കഴിയുമ്പോ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പിണങ്ങിയിട്ട് 1 തലാഖ് ചൊല്ലിയാൽ ഇതിന്റെ ഇടയിൽ കൂടിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു. 2ാമത്തെ പീരീഡിലോട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇവരെ തമ്മിലുള്ള പിണക്കം തീർന്നില്ലെങ്കിൽ എന്നാലേ 2ാമത്തെ തലാഖ് ചൊല്ലാവൂ. 2ാമത്തെ തലാഖ് ചൊല്ലിയാൽ ആ 2ാമത്തെ തലാഖിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കണമെന്ന ബോധ്യമുണ്ടായാൽ പിന്നെ തലാഖ് അല്ല, പിന്നെ നിക്കാഹ് പുതുക്കിയെടുത്താൽ മതി. ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, എന്നിട്ട് ഭാര്യയെ തെരഞ്ഞെടുക്കുക. എന്നാലും 3ാമത്തേത് പറയരുതേ. 3ാമത്തേത് പറയാതെ കാത്തിരിക്കണം. 1 പറഞ്ഞിട്ട് കാത്തിരിക്കണം, 2 പറഞ്ഞും കാത്തിരിക്കണം. തിരിച്ചു വരുമോ 10-60 ദിവസത്തോളം കാത്തിരുന്ന് ഇനി ഒരിക്കലും ഒന്നിക്കില്ലെന്ന് ഉറപ്പ് വരുമ്പോഴേ 3ാമത്തെ തലാഖ് വരൂ. അപ്പോഴേ പരിപൂർണമായി ഭാര്യഭർത്തൃബന്ധം കൂടിച്ചേരാൻ കഴിയാത്ത രീതിയിൽ തിരിച്ചു പോകൂ. ഇങ്ങനെയാണ് തലാഖ്. ഇങ്ങനെയാണ് തലാഖ്. എന്റെ പെണ്ണെ, അവിടെയും സംരക്ഷണം നിനക്കാണ്. ഒറ്റ വാക്കിൽ ഏതോ സിനിമക്കാരൻ പറഞ്ഞതുപോലെ കെട്ടി കെട്ടി ഒടിഞ്ഞ് വീണ്ടും കെട്ടി നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനല്ല, നിന്റെ ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ പോലും ഈ കടമ്പകൾ കഴിയണം എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ഖുർആനിൽ പെണ്ണിന്റെ അവകാശത്തെ കുറിച്ച് ആയത്തിറങ്ങി. ഫലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി ما آتيتموهن إلا أن يأتين بفاحشة مبينة. നിങ്ങൾ പെണ്ണുങ്ങളോട് വഴക്ക് കൂടരുത്. സൂറത്തുൽ നിസാ അധ്യായം ഇറങ്ങി. പെണ്ണിനോട് പിണങ്ങരുത്, അവളെ വരട്ടരുത്, അവളെ അപമാനിക്കരുത്. ഒരു പെണ്ണിനോട് നിങ്ങൾ വഴക്ക് കൂടുന്നുവെങ്കിൽ, ഭാര്യയെ നിങ്ങൾ വഴക്ക് കൂടുന്നെങ്കിൽ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടരുതേ. ഇല്ലാ അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന. വ്യക്തമായ ഒരു വ്യഭിചാരം പോലെ വ്യക്തമായ തെറ്റ് കണ്ടാലല്ലാതെ ഊഹാപോഹങ്ങളുടെ പേരിൽ, സംശയത്തിന്റെ പേരിൽ, ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ നിന്റെ ഭാര്യയോട് നീ പിണങ്ങരുതേ, അവളെ കട്ടപ്പെടുത്തരുതേ. ഖുർആൻ പറഞ്ഞ അവകാശത്തിന്റെ മുകളിലാണ് സ്ത്രീ ജീവിക്കുന്നത്. ഏറെ പറയാൻ സമയമില്ലല്ലോ സഹോദരങ്ങളെ, വിശാലമായൊരു വിഷയമാണിത് എന്ന് സ്ത്രീയെ കുറിച്ച് വാചാരമായി പറഞ്ഞ, ആ സ്ത്രീയുടെ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞ,
നിന്നെ മൂടുപടത്തെ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞ അല്ലാഹു ആ പെണ്ണിനോട് പറഞ്ഞതെങ്ങനെയാണ്? സമയക്കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് ആശീർവദിച്ച് ലോകത്തിന്റെ ബഹുമാനത്തെ വാരിക്കോരി കൊടുത്ത് എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പെണ്ണേ നിന്റെ സൗന്ദര്യം അമൂല്യമാണ്, നിന്റെ സൗന്ദര്യം അർത്ഥവത്താണ്. നിന്റെ കാലിൽ കിരിങ്ങുന്ന കൊലുസിട്ടിട്ട് ആ കാലിൽ ഇങ്ങനെ അടിച്ചടിച്ച് നടക്കരുത്. എന്തുകൊണ്ടെന്നറിയുമോ? മനുഷ്യന്റെ പുരുഷനെ നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നടക്കണ്ട. അല്ലാഹു പറഞ്ഞതുപോലെ മാന്യമായ വേഷവിധാനം നടത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് നല്ല വേഷവിധാനം, നമ്മുടെ ആൺമക്കൾക്ക് നല്ല വേഷവിധാനം. ആണുങ്ങളോടും പറയാണ്, വസ്ത്രവും സൗന്ദര്യവും അല്ലാഹുവിന്റെ അനുഗ്രഹമാ. ഈ കാസർഗോഡ് കുട്ടികളെ, നിങ്ങൾ ഈ മുടി മുഴുവനും ഇങ്ങനെ മുകളിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കാന്തത്തിൽ മണ്ണിലിട്ടതുപോലെ നടക്കരുത്. ആഭാസകരമായ ഹെയർ കട്ടിങ്ങുകൾ, ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ, അണ്ടർ വസ്ത്രങ്ങൾ മുഴുവനും അണ്ടർ ഗാർമെന്റുകൾ വെളിയിൽ കാണുന്ന ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ. ചിലരുടെ അണ്ടർ ഗാർമെന്റ് വെളിയിലാണ്, അവന്റെ പാന്റ് അവന്റെ ദിദംബത്തിന്റെ താഴെയാണ്, അവന്റെ പാന്റ് താടയാണ്. യൂറോപ്പിലെ ജയിലുകളിൽ സ്വവർഗരതിക്കാരായ ആണുങ്ങൾ അവർക്കതിന് താല്പര്യമുണ്ടെന്ന് അടയാളം കാണിച്ച വസ്ത്രമാണിത്. അടിവസ്ത്രം മുകളിലാക്കുക, അല്ലാത്ത മേൽവസ്ത്രം താഴ്ത്തിയിടുക. ആഭാസകരമായ വസ്ത്രവിധാനം നടത്തരുത്. ഏറ്റവും നല്ല വസ്ത്രവിധാനത്തോടെ നടന്നു പോകണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല വസ്ത്രം അബിയലുഹാ, ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. കാസർഗോഡ് ചെറുപ്പക്കാരെ, ജുമയ്ക്ക് വരുമ്പോ ഈ ആവാസത്തിന്റെ വസ്ത്രം മാറ്റ്, ഈ ടീഷർട്ട് മാറ്റ്. ഏറ്റവും നല്ല വെള്ള വസ്ത്രം അണിഞ്ഞിട്ട് തൊപ്പിയും വെച്ച് ജുമയ്ക്ക് പള്ളിയിലേക്ക് വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയസ്സന്മാരെ, ഈ വെള്ള വസ്ത്രം ഉപേക്ഷിക്കാതിരിക്കുക. കാസർഗോഡ് ഫുള്ള് വെള്ളയാണ്, ചെരുപ്പും വെള്ളയാണ്, മുഖവും വെള്ളയാണ്. കാസർഗോഡുകാരുടെ സൗന്ദര്യം വല്ലാത്താണ്. മാഷാ അല്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇവിടെ എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. കാസർഗോഡ് ചെറുപ്പക്കാര് കന്തൂറിട്ട തനി അറബിയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കന്തൂറിട്ടൊക്കെ പൊന്നാനിന്ന് മുസ്ലിമായിട്ട് ഇപ്പൊ വന്നോളൂ. കാസർഗോഡ് ചുള്ളമാര് ദുബൈയിലൊക്കെ പോകുന്ന നല്ല കാസർഗോഡ് അറബിയാണോ അനറബിയാണോ എന്ന് പറയാൻ പറ്റും. എനിക്ക് സുഹൃത്തുണ്ട് തസ്രീം, വള്ളക്കോടുകാരനാണ്. അവൻ കന്തൂറായിട്ട് അറബികളെ പോലെയാണ്. അതാരോ ഫേസ്ബുക്കിലിട്ട് തെറ്റായി. അപ്പൊ ഖലീൽ ഉദവി എന്നെ വിളിച്ചിട്ട്, നിങ്ങൾ എന്താ എന്നെ പറയാത്ത? ഖലീൽ ഉദവി മുഞ്ചന, നിങ്ങൾ തസ്രീമിനെ മാത്രം പറഞ്ഞ എന്താപ്പ എന്നെ പറയാത്ത? തമാശ പറഞ്ഞ. അല്ലാഹു സൗന്ദര്യം നിലനിർത്തി തരട്ടെ. ുണ്ട് കൊച്ചുകുട്ടികളുണ്ട്. എല്ലാ നിസ്കാരത്തിനും നല്ല വസ്ത്രം ധരിച്ചു വരണം. മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ താഴ്ന്ന വസ്ത്രം ധരിക്കണം. അല്ലാഹുവിന് കനിവുണ്ടാവാൻ ഇരിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു മദീനയിലെ മുഴുവൻ ആളുകളും മദീനയിൽ വന്ന് മഴയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ നിസ്കരിച്ചു അത്രേ. പക്ഷേ മദീനയിലും മഴ പെയ്തില്ല. നിസ്കരിക്കാൻ പോയി. അവിടെ ഞാൻ സാധാരണ നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. രാത്രി ഞാൻ ഇശാ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിലിരിക്കും. അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയാ. മഹാനവറുകളെ പറയുകയാണ്, ഞാൻ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് ഇയാൾ കരുതിയത്. ഞാൻ നോക്കിയപ്പോ ഒരു കറുകറുത്ത അടിമ, ഒരു പകുതി വസ്ത്രം ധരിച്ച അടിമ, അയാളുടെ മുകളിൽ കിടത്ത മുണ്ടെടുത്ത് മുസല്ലയിലോട്ട് ഇട്ടിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, അല്ലാഹുവേ, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, ഓ അല്ലാഹുവേ, ഖറദാഹിനു ഹറമി നബിക, നിന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാർ മുഴുവനും ഇന്ന് നിന്നോട് വന്ന് ദുആ ചെയ്തുവല്ലോ. യസ്തസ്കൂനാവരും മഴയ്ക്ക് വേണ്ടി നിന്നോട് താണു കേണു ചോദിച്ചല്ലോ. ഫലം യസ്ഖിഹിം, നീ അവർക്ക് മഴ കൊടുത്തില്ലല്ലോ അല്ലാഹ്. നിന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാർ പോലും ചോദിച്ചിട്ട് നീ മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. അനാ ഖുസംതു അബിക, അല്ലാഹുവേ, നിന്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഞാൻ പറയാണ്, അല്ലാഹുവേ, ലമ്മാ സഖൈതഹും, നീ
അവർക്ക് ഇപ്പോ തന്നെ മഴ കൊടുക്കണേ അല്ലാ. ഞാൻ നിന്നിൽ സത്യം ചെയ്ത് പറയുന്നു അല്ലാഹുവേ, നിന്നിൽ സത്യം ചെയ്ത് പറയുന്നു റബ്ബേ, ഇപ്പൊ തന്നെ നീ അവർക്ക് മഴ കൊടുക്കണം അല്ലാഹുവേ. മഹാനവറുകൾ പറയാണ്, ഞാൻ അടുത്തിരുന്ന് ചിരിച്ചു പോയി. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, മജ്നൂന് ഭ്രാന്തൻ, ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്? ഇന്ന് പകൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരും ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തും സഹാബത്തും താബീങ്ങളും അടക്കമുള്ള അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവര് കൈ കൊടഞ്ഞ് ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. ഈ വടകരത്തെ അടിമരാത്രി വന്നിട്ട് പറയുന്നു, റബ്ബേ ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയാണ്, മദീനയിലും മഴ പെയ്യിപ്പിക്കണേ അല്ലാ. ഇവനൊരു ഭ്രാന്തനാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു തോന്നില്ല. ആകാശത്തും മദീനയുടെ ആകാശത്ത് ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ടു. മിന്നൽ പിണരുകൾ ജനാലയിലൂടെ പിളർന്ന് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. മദീനയിലും മഴ അങ്ങട് തിമിർത്ത് പെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ, അവിശ്വസനീയമല്ല, മദീനയിലും മഴ തിമിർത്തങ്ങട് പെയ്യാൻ തുടങ്ങി. മാനവരകൾ പറയുകയാണ്, ഈ മനുഷ്യൻ ദുആ ചെയ്തപ്പോ അങ്ങനെയാണ് റുബ്ബ അശ്ഗത അക്ബറ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. പൊട്ടിപ്പിടിച്ച് നടക്കുന്ന, ആര് കണ്ടാലും പരിഗണിക്കാത്ത മദ്ഫൂഇൻ ബിൽ അബ്വാബ് ദൂ തമിറൈൻ മദ്ഫൂഇൻ ബിൽ അബ്വാബ്. ആരുടെ വീടിന്റെ മുമ്പിൽ വന്നാൽ ആട്ടി ഓടിക്കപ്പെടുന്ന, ആരും ഒരു വിലയും കൊടുക്കാത്ത എത്ര എത്ര സാധുക്കളാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അവർ അല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ കറുകറുത്തവന്റെ സത്യം കേട്ടപ്പോ ആകാശത്തും മഴ പെയ്തു അത്രേ. മാനവറുകൾ പറയാണ്, ഈ മഴ എങ്ങട് പെയ്യാൻ തുടങ്ങിയപ്പോ ഈ കാപ്പിര അടിമ ചോദിച്ച, അല്ലാഹുവേ യാ മൻ അന മൻ അന, ഞാൻ ആരാണ് റബ്ബേ, ഞാൻ ആരാണ് റബ്ബേ, മഴ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആകാശത്തിന്റെ അധിപതിയെ, മദീനക്ക് മഴ കൊടുക്കാൻ മാത്രം ഞാൻ ആരാണ് അല്ലാഹ്, ഞാൻ ആരാണ് റബ്ബേ. വഇന്നി ഖുത്തു ബിഹംദിക വബിതൂലിക. അദ്ദേഹം സുബ്ഹി വരെ അവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് 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 ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തും സഹാബത്തും ചെയ്തിട്ട് പോലും കിട്ടാത്ത മഴ നീ എനിക്ക് തന്നല്ലോ റബ്ബേ. സുബ്ഹി വരെ അദ്ദേഹം ദുആ ചെയ്തു. മഹാനവറുകൾ പറയാണ്, പിറ്റേ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ച് യാത്രയായി. ആരാണ് ഇയാൾ? ഈ മഹാനവറുകൾ ആരാണ്? അന്വേഷിച്ച് പോയപ്പോഴാണ് പറഞ്ഞത്, അയാളാ നാട്ടിലെ ചെരുപ്പ് കുത്തിയാൻ, അയാളാ നാട്ടിലെ ചെരുപ്പ് കുത്തിയാൻ. വഴിയരികിലൂടെ നടന്നു പോകുന്ന വലിയവന്റെ ചെരുപ്പ് തേച്ചു കൊടുക്കുന്ന ചെരുപ്പ് കുത്തി. കറുകറുത്ത അടിമ, വലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വ എന്ന മേൽവസ്ത്രം അണിഞ്ഞവൻ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അകത്ത് കടന്നപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുകയാണ്. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ആരാണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, അലസ്ത അലസ്ത സാഹിബു ബാരിഹത്തുൽ ഊലാ. അന്ന് രാത്രിയിലും ഇന്നലെ രാത്രിയിലും വന്ന് മദീനത്തെ പള്ളിയിലിരുന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ആളല്ലയോ നിങ്ങൾ? ഇത് കേൾക്കേണ്ട താമസം ചെരുപ്പ് കുത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ആര് പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളോട്? നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ ഇരുന്നത്? ഞാൻ ദുആ ചെയ്തത് കേട്ടത്, എന്റെ രഹസ്യം എന്തിനാണ് പൊളിച്ചത്? ഞാനാണ് നിങ്ങളോട് ആരോട് പറഞ്ഞു? നിങ്ങൾ എന്തിനത് കേട്ടു? എന്തിന് നിങ്ങൾ എന്നെ തേടി എന്റെ വീട്ടിൽ വന്നു? നാട്ടുകാരെ അറിയിക്കാനോ? ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. അയാൾ എന്നെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ഇത് ചോദിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാതെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി. അത് ഞാനല്ല, അത് ഞാനല്ല. ആര് പറഞ്ഞു നിങ്ങൾക്ക്? നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ പേടിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടില്ല. രണ്ടാമത്തെ ദിവസവും കണ്ടില്ല. മൂന്നാമത്തെ ദിവസവും മദീനത്തെ പള്ളിയിൽ ഞാൻ ആ മഹാനെ പ്രതീക്ഷിച്ചിരുന്നു, കണ്ടില്ല. അവസാനം അന്വേഷിച്ച് ഞാൻ വീണ്ടും ആ വീട്ടിൽ പോയപ്പോ നാട്ടുകാര് അയൽവക്കക്കാരനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഈ വീട്ടിൽ വന്നത്? നിങ്ങളന്ന് വന്നിട്ട് പോയതിന്റെ തൊട്ടുപിറകെ പാണ്ഡവും കെട്ടിപ്പെറുക്കിയിട്ട് അദ്ദേഹം എവിടേക്കോ പോയി കളഞ്ഞു.
ഞങ്ങൾ പോയ ഉടനെ അദ്ദേഹം ആ പാണ്ഡവും കെട്ടി എവിടേക്കോ പോയി കളഞ്ഞു. ആളുകൾ അറിയില്ലേ? ആളുകൾ അറിഞ്ഞാല് നാടറിയില്ലേ? നാടറിഞ്ഞാൽ ലോകത്ത് പ്രസിദ്ധിയാവില്ലേ? അവര് തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു മുത്തി നിന്നാല് പടച്ചറപ്പിനോട് ഇബാദത്ത് ചെയ്യാൻ സമയമുണ്ടാവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസിബിയത്തും മിനൽ തമാറുല്ലഉ വമുഹമ്മലാത്തുന ലിൽ ഫലാതി റുത്തഉ വസിബിയത്തും മിനൽ തമാറുല്ലഉ. ഇതുപോലെ തഖ്വയുള്ള പാവപ്പെട്ട കാരണവന്മാർ, പാവപ്പെട്ട ഔലിയാക്കൾ, സൂഫിയാക്കൾ, ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ ഇവിടെ വെള്ളം കുടിച്ചു പോകുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുക, അവരെ പിൻപറ്റുക, ജീവിതത്തിൽ നല്ലവരായി ജീവിക്കുക. പണവും സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. ഖത്തർ സാലിഹാജി നാളെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലെ ഖത്തർ കൊണ്ടല്ല, ഇപ്പുറത്തുള്ള ഹാജി അഹ്മദ് കൊണ്ടല്ല. ആ മനുഷ്യൻ വെച്ചുകൊടുത്ത പള്ളികൾ, അദ്ദേഹം വെച്ചുകൊടുത്ത തൈക്കാവുകൾ, അദ്ദേഹം വെച്ചുകൊടുത്ത മദ്രസകൾ മരിച്ചു മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴും ആ മനുഷ്യനെ അറിയപ്പെടുന്നത് ഇന്ന ആള് വെച്ചുകൊടുത്ത പള്ളിയാണ്, ഇന്ന ആള് വെച്ചുകൊടുത്ത മദ്രസയാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്കൊരായുസ് തന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. ലക്കൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബതവാബഹു വൽ മുഷ്തരി. എപ്പോ മരിച്ചു പോയാലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് അടയാളം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.